ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള സ്തുതിഗീതവും സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കും സഭയിൽ ഉന്നയിച്ച് PC വിഷ്ണുനാഥ്. വിലക്കയറ്റത്തിന് ആനുപാതികമായി ജീവനക്കാർ അർഹതപ്പെട്ട 19% ക്ഷാമബത്ത കുടിശ്ശികയായിരിക്കുന്നു. ശമ്പള പരിഷ്കരണത്തിന്റെ തീയതി കഴിഞ്ഞിട്ടും കമ്മീഷനെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല. ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുക മാത്രമല്ല, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദിത്തം സർക്കാർ ജീവനക്കാരാണെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ഈ നോട്ടീസ് ജോയിന്റ് കൗൺസിലിൻ്റെതാണ് സാർ. ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവര് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സ്തുതിഗീതം എഴുതിയ വ്യക്തിക്ക് പുനർനിയമനം നൽകിയ സർക്കാർ പാവ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കാണുന്നില്ലേ എന്നായിരുന്നു MLAയുടെ ചോദ്യം. സാറ് പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? ആ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് അന്നത്തെ UDF ഗവൺമെന്റാണ്. UDF ഗവൺമെന്റ് ആണെന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ പാട്ട് പാടുന്നതും കവിതയും മുദ്രാവാക്യവും. എനിക്ക് യാതൊരു സംശയമില്ല സാർ, NGO യൂണിയനും ജോയിന്റ് കൗൺസിലും മറ്റ് സംഘടനകളും ഒക്കെ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക അവരുടെ ആവശ്യമല്ലേ? അതേസമയം പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നത് UDFന്റെ കാലത്താണെന്നും ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് സംഘടനകൾ എല്ലാ കാലത്തും സമരം ചെയ്യാറുണ്ടെന്നും ധനമന്ത്രിയുടെ മറുപടി. അവർ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും. പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് സംഘടനകൾ ഉന്നയിക്കേണ്ട പ്രശ്നമാണ്.